രക്ഷപ്പെടാൻ ശ്രമിച്ച കൊലപാതക കേസ് പ്രതിയെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ആ ഓട്ടോ ഡ്രൈവർ കണ്ണൂർ മൊറാഴ കൂളിച്ചാലിലെ ഇതര സംസ്ഥാന തൊഴിലാളിയായ സുജോയാണ് കൊലപാതകത്തിന് ശേഷം കടന്നുകളയാൻ ശ്രമിച്ചത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇയാൾ പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ ഓട്ടോ ഡ്രൈവറായ മനോജ് ഇയാൾ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പ്രതിയെ എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തളിപ്പറമ്പ് മൊറാഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇസ്മയിൽ കൊല്ലപ്പെടുന്നത്. ഒപ്പമുണ്ടായിരുന്ന സുജോ എന്നയാളായിരുന്നു പ്രതി. അയാൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പക്ഷേ ആ സമയത്ത് ആ പ്രതിയെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ആ പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് മൊറാഴയിലെ തന്നെ ഓട്ടോ ഡ്രൈവറായ മനോജേട്ടാണ്. മനോജേട്ടാ, എങ്ങനെയാണ് ഈ സംഭവം നടന്നത് ശരിക്കും? അവൻ എന്നെ സമീപിച്ച് നാട്ടിലേക്ക് പോകേണ്ടതെന്ന് നാട്ടിൽ നിന്ന് അനുജം വരുന്നുണ്ട്. അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഒരു മണിക്ക് 1:20 വണ്ടി 1 രാത്രി. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ ട്രിപ്പ് നാട്ടിൽ നിന്ന് വരുന്ന ആളെ പിക്ക് ചെയ്യാൻ പോകുന്നതാണ് 1:20. അപ്പോൾ കറക്റ്റ് ടൈമെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ അത് ഒരു അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ ഞാൻ അവനെയും കൂട്ടി പോയി ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു അടുത്ത ദാമരം എന്ന് പറഞ്ഞ ഒരാൾ കടക്കാരിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ വണ്ടിയിലിരിക്കുന്ന ഒരു കൊലക്കേസ് പ്രതിയാണ്, അത് നീ എന്ത് വേണം, അവനെ ഇന്നൊരാളെ ഇസ്മായിൽ എന്ന ഒരാളെ കൊലപ്പെടുത്തിയിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് എന്ത് കാരണവശാലും ഇവനെ അവിടെ എത്തിക്കണം, സ്റ്റേഷനിൽ എവിടെയെങ്കിലും എത്തിക്കണം എന്ന് പറഞ്ഞു. പോലീസിനെ. അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും കേട്ട പാടന്നെ ഞാൻ ഒരു വാക്കും പോലീസോ സ്റ്റേഷനിലോ ഒരു വാക്ക് പോലും ഉപയോഗിക്കാതെ ഞാനത് ഈസി ആയിട്ട് അതൊക്കെ പ്രശ്നമില്ലടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ഈസിയിൽ അവന് ഒരു സംശയമില്ലാത്ത രീതിയിൽ ഞാനവിടെ അത് ആ സമയത്ത് കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 10-20 കോളാറ്റം വന്നിരുന്നു എനിക്ക് ചേട്ടന് കോള്. പക്ഷേ അത് പിന്നെ ഇവനൊരു സംശയം ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ട്രിപ്പ് പോകേണ്ടതാണ്, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ഒരു മനസ്സിലാണ്ട് ചെന്ന് വളപട്ടണം കഴിഞ്ഞ സമയത്ത് ഞാൻ റോഡ് മാറ്റി തിരിച്ചു വിട്ടു. ലെഫ്റ്റിലേക്ക് പോകേണ്ടത് വലത്തോട്ട് വളപട്ടണം സ്റ്റേഷനിലേക്ക് റോഡ്. ഞാൻ പറഞ്ഞു ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും. ഞാൻ നേരെ പോയി സ്റ്റേഷനിലേക്ക് അവരെ കൈകളിലേക്ക് ഹാൻഡ് ഓവർ. സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ മനസ്സിലായില്ല സ്റ്റേഷനാണ്. ഇല്ല, അത് പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം അതിന് മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇതൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. എനിക്ക് പോലും പെട്ടെന്ന് മനസ്സിലാത്തത് പിന്നെ അവന് മനസ്സിലാണെന്നില്ലല്ലോ. നേരെ സ്റ്റേഷനിലേക്ക് കയറ്റി. അപ്പോൾ അവിടെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു കൗൺസിലർ പ്രക്ഷോഭം ഉണ്ടായിരുന്നു, പുള്ളി വിളിച്ചിട്ട് അവിടെ ആദ്യം ഏർപ്പാടാക്കിയിരുന്നു. പോലീസുകാരൊക്കെ തയ്യാറായിട്ട് നമ്മളെ കാത്തു നിൽക്കുമായിരുന്നു. അപ്പോൾ ഓട്ടോ ഡ്രൈവറായ മനോജേട്ടന് ഈ പ്രതിയാണ് ഈ ഓട്ടോയിൽ കയറിയതെന്ന് വിളിച്ച് പറഞ്ഞത് ദാമോദരേട്ടനാണ്. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഈ പ്രതിയാണ് ഇയാളെന്ന് അറിഞ്ഞത്? ഒരു ഹിന്ദിക്കാരൻ പെട്ടെന്ന് എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഇങ്ങനെ എന്തോ ഇസ്മയിലിനെ എന്തോ അപായപ്പെടുത്തിയിട്ട് ചങ്ങായി പോയതെന്ന് പറഞ്ഞു. അത്ര വരെ ഇവൻ കയറിപ്പോകുന്നത് അത്രയും നമ്മളറിയില്ല, ആരും അറിയില്ല, ഈ ഡ്രൈവറും അറിയില്ല. പക്ഷേ കയറ്റൂലല്ലോ അപ്പോൾ നമുക്ക് പാപ്പൻശ്ശേരി എത്തിയെന്ന് പറഞ്ഞു. പാപ്പൻശ്ശേരി എത്തിയതിന് ശേഷം പറഞ്ഞ് വളപട്ടണം സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് പ്രൊസീജിയറും കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് വീണ്ടും വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാർത്തിക് സാറിന് IPS സാർ വിളിച്ച് പ്രശ്നത്തിലൊന്ന് ആ സമയത്തൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വിട്ടുപോയതാണ്. ആ തിരക്കിനിടയിൽ അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിച്ചാന്ന് പറഞ്ഞു. ക്യാബിനിൽ വിളിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു മനോധൈര്യം ഇതിന് വേണം. കാരണം പിന്നിലിരിക്കുന്ന ഒരു ക്രിമിനൽ കേസ് പ്രതിയാണ്, വെട്ടിക്കൊന്ന പാടെ ഇനി അയാളുടെ കയ്യിൽ ആയുധമുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ ആ ടെൻഷനോ ആശങ്കയൊന്നും കാണിക്കാതെ ആ മനോധൈര്യത്തോടു കൂടി പോലീസ് സ്റ്റേഷനിൽ ആ പ്രതി എത്തിച്ചു. പോലീസിനും അത് ഏറെ സഹായകരമായി. അങ്ങനെ വലിയ പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ് മനോജേട്ടൻ. കണ്ണൂരിൽ ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. ഫെലിക്സ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫെലിക്സ്, മനോജേട്ടനും ദാമോദരൻ ചേട്ടനും രണ്ടുപേരും കൃത്യമായ ഒരു പ്ലാനിങ് നടത്തിയത് കൊണ്ടാണ് ആ കൊലക്കേസ് പ്രതിയെ പോലീസിനെ ഏൽപ്പിക്കാൻ സാധിച്ചത്. ഈ മനോജേട്ടൻ്റെ ധൈര്യം അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. കാരണം പിന്നിലിരിക്കുന്നത് ഒരു കൊലക്കേസ് പ്രതിയാണ്. ഇയാൾ എന്തെങ്കിലും ഒരു സൂചന ഇയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇയാളെ കബളിപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് എന്തെങ്കിലും ഒരു സൂചന ഇയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇയാളെ അക്രമകാരിയായേനെ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ധൈര്യത്തോടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കിയതിന് വലിയൊരു കയ്യടി കൊടുക്കണം അല്ലേ? സത്യത്തിൽ മനോജ് എന്ന ഓട്ടോ ഡ്രൈവറുടെ മനോധൈര്യത്തിനാണ് സല്യൂട്ട് നൽകേണ്ടത്. കാരണം തൻ്റെ പിന്നിലിരിക്കുന്ന ഇയാളൊരു കൊലപാതകം നടത്തി ഉടനെ ഉള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല അയാളുടെ പക്കൽ ഏതെങ്കിലും തരത്തിൽ ആയുധമുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനും ആശങ്കയും ഒക്കെ ആ സമയത്ത് ആ ഡ്രൈവർ, മനോജ് എന്ന ഓട്ടോ ഡ്രൈവർ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് കൃത്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഈ പ്രതി എത്തിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ദാമോദരൻ എന്നൊരാൾ അവിടെ കട നടത്തിയിരുന്നു. അയാളാണ് ഈ മനോജേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ഓട്ടോയിൽ കയറിയിരിക്കുന്ന ഇയാൾ ഈ പ്രതിയാണെന്ന് സംശയമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞത്, അതായത് ഓട്ടോ റിക്ഷയിൽ പോകുന്ന സമയത്താണ് ഇങ്ങനെ മനോജ് എന്ന ഈ ഓട്ടോ ഡ്രൈവർക്ക് ഇങ്ങനെ ഫോൺ കോൾ വരുന്നത്. നിരന്തരമായി ഫോൺ കോൾ വരുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഒരു സംശയം തോന്നിക്കാതെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുമ്പോൾ
ആ സമയത്ത്, അതായത് ഇയാൾ കൊലപാതകിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പ്രതി എത്തിക്കുന്ന സമയം വരെയും ഇദ്ദേഹം അനുഭവിച്ചൊരു ഒരു ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനൊക്കെ മറികടന്നുകൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ഒരു കൊലപാതകം നടത്തിയ ഒരാളാണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പോകും, അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പോലും നമുക്ക് അതിനുള്ള ധൈര്യം പലർക്കും ഉണ്ടാവില്ല. പക്ഷേ കൃത്യമായൊരു ഇടപെടൽ, തന്ത്രപൂർവമായ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതാണ്. ഒരുപക്ഷെ നമുക്കറിയാം, റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന പ്രതി ബംഗാൾ സ്വദേശിയാണ് ഇയാൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബംഗാളിലേക്ക് പോകാം, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് പോകാം. അങ്ങനെ പോയാൽ ഈ പ്രതിയെ കണ്ടുകിട്ടുക പോലുമില്ല. അപ്പം എന്തായാലും അങ്ങനെ ഒന്നും ഉണ്ടായില്ല. മനോജേട്ടന്റെ ഇടപെടൽ കൊണ്ട് പോലീസിന് കൃത്യമായി ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചു എന്നതാണ്. എന്തായാലും മനോജേട്ടന്റെ ധൈര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട്.